ഫ്രണ്ട്സ്, ഇന്ന് നടന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ സെക്കൻഡ് സ്റ്റേജ് എക്സാമിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഭാഗത്തുള്ള ആൻസർ കീയാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യപേപ്പർ കോഡ് D ആണ്. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചൂസ് ദ സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ ടു കംപ്ലീറ്റ് ദ ഫ്രേസ് ഗിവൺ ബിലോ. എ ഡാഷ് ഓഫ് സ്റ്റെയേഴ്സ്. കറക്റ്റ് ആൻസർ എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയേഴ്സ്. ബാക്കി 3 ആൻസർ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എ സൂട്ട് ഓഫ് റൂംസ് എന്നാണ് പറയുക. എ സൂട്ട് ഓഫ് റൂംസ്. എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് എന്നൊക്കെ പറയും. എ പാക്ക് ഓഫ് വൂൾസ്. എ പാക്ക് ഓഫ് വൂൾസ് എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഡ് ദ റൈറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ടു ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ടു മേക്ക് ഇറ്റ് എ ക്വസ്റ്റ്യൻ. ഷീ സെൽഡം ഗോസ് ഔട്ട്. ഏതാണ് കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്? കറക്റ്റ് ആൻസർ ഈസ് ഡസ് ഷീ. കാരണം സെൽഡം വെച്ച് വരുന്ന സെൻറ്റൻസ് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്, ആയതിനാൽ ഒരു പോസിറ്റീവ് ടാഗാണ്. പിന്നെ സെൻറ്റൻസ് സിമ്പിൾ പ്രസൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഗോസ് എന്ന് പറയുന്ന വേർബിനെ പിരിച്ച് എഴുതുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡസ് എന്ന് കിട്ടും. അപ്പോൾ ആൻസർ ഈസ് ഷീ സെൽഡം ഗോസ് ഔട്ട്. ഡസ് ഷീ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിൽ അപ്പ് വിത്ത് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. കറക്റ്റ് പ്രിപ്പോസിഷൻ കണ്ടുപിടിക്കുക. ഏതാണ്? റോഹൻ ഈസ് ഇൻട്രസ്റ്റഡ് ഡാഷ് ലേണിംഗ് ന്യൂ ലാംഗ്വേജസ്. ആൻസർ ഈസ് ഇൻ. ഇവിടുത്തെ കറക്റ്റ് പ്രിപ്പോസിഷൻ ഇൻ. അടുത്ത ചോദ്യം, ചേഞ്ച് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ആക്റ്റീവ് ടു പാസീവ് ഫോം. ചൂസ് യുവർ ആൻസർ ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ്. താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് വായിച്ചിട്ട് അതിന് കറക്റ്റ്, അതായത് അതിൻ്റെ പാസീവ് ഫോമാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചോദ്യം ഇതാണ്: മൈ കസിൻ ഹാസ് ഡ്രോൺ ദിസ് പിക്ചർ. മൈ കസിൻ ഹാസ് ഡ്രോൺ ദിസ് പിക്ചർ. അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് തന്നിരിക്കുന്നത്. ഇതിനെ നമ്മൾ പിരിച്ചെഴുതുമ്പോൾ മൈ കസിൻ ഹാസ് ഡ്രോൺ വാട്ട്, അതാണ് അതിൻ്റെ ഒബ്ജക്റ്റ്. ഡ്രോൺ വാട്ട്? ദിസ് പിക്ചർ. അപ്പോൾ നമുക്കതിൽ ഒബ്ജക്റ്റ് വെച്ച് തുടങ്ങാം. ദിസ് പിക്ചർ. ഇപ്പോൾ പ്രസൻ്റാണ്. ദിസ് പിക്ചറിനോട് ഹാസ് ആണോ ഹാവ് ആണോ? ഹാസ്. കറക്റ്റാണ് എല്ലാത്തിലും. ദിസ് പിക്ചർ ഹാസ്. പെർഫെക്റ്റ് ടെൻസിൽ നിന്നാണ് മാറ്റുന്നത് കാണിക്കാൻ ബീൻ ഉപയോഗിക്കും. അപ്പോൾ ദിസ് പിക്ചർ ഹാസ് ബീൻ, തേർഡ് ഫോം ഓഫ് ദ വേർബ്, ഡ്രോൺ. ദിസ് പിക്ചർ ഹാസ് ബീൻ ഡ്രോൺ ബൈ മൈ കസിൻ. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഫിൽ അപ്പ് സ്യൂട്ടബ്ലി. വൈഡ് മീൻസ് ദ സെയിം ആസ്. എന്താണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്? വൈഡ് എന്ന് പറയുന്നതിന് കറക്റ്റായിട്ടുള്ള അർത്ഥം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ലോങ് ഉണ്ട്, നാരോ ഉണ്ട്, ഹൈ ഉണ്ട്, ബ്രോഡ് ഉണ്ട്. ഇവിടുത്തെ അർത്ഥം വിശാലമായ എന്നുള്ള അർത്ഥത്തിൽ വൈഡ്. അപ്പോൾ ബ്രോഡാണ് കറക്റ്റ് ആൻസർ. ബ്രോഡ്. ആൻസർ ഈസ് ബ്രോ. അടുത്ത ക്വസ്റ്റ്യൻ, റീപ്ലേസ് ദ അണ്ടർലൈൻഡ് വേർഡ്സ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ് വിത്ത് ദ സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്. താഴെ കൊടുത്തിരിക്കുന്ന ആൻസറിലെ സ്യൂട്ടബിൾ ഫ്രേസൽ വേർബ് ഏതാണ്? അണ്ടർലൈൻ ചെയ്ത വേർഡിൻ്റെ സ്യൂട്ടബിൾ ഫ്രേസൽ വേർബ് ഏതാണെന്ന്. വി വിൽ ക്യാൻസൽ ദ ട്രിപ്പ് ഇഫ് ദ വെദർ ഈസ് ബാഡ്. ക്യാൻസലിന് അനുയോജ്യമായ ഫ്രേസൽ വേർബ് ഇവിടെ കോൾ ഓഫ് ആണ്. കോൾ ഓഫ്. ബാക്കി നോക്കാം. കോളോൺ. കോളോൺ എന്ന് പറഞ്ഞാൽ ടു വിസിറ്റ് എ പേഴ്സൺ. ഗോ ഓഫ്, ടു എക്സ്പ്ലോഡ് എന്ന് നോക്കണം. എക്സ്പ്ലോഡ്. ഗോ ഓൺ, കണ്ടിന്യൂ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ കോൾ ഓഫ്. കോൾ ഓഫ് ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 39. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദ ഫോളോയിങ്. ഏതാണ് കറക്റ്റ് സ്പെല്ലിംഗ്? താഴെ കൊടുത്തിരിക്കുന്ന വേർഡിൽ ഏതാണ് കറക്റ്റ്? അപ്പോൾ ഇതിൽ ഉത്തരം സി ആണ്. ആർഗ്യുമെൻറ്റ്. ARGUMENT. ദാറ്റ് ഈസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ARG. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 40. ചേഞ്ച് ദ ഫോളോയിങ് സെൻറ്റൻസ് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. ഹൗ ഡു യു ഫീൽ ദിസ് മോർണിംഗ്? ഹി ആസ്ക്ഡ് മീ. ഇപ്പോൾ താഴെ നോക്കുക, 4 ആൻസർ. 4 ആൻസറിൻ്റെ അകത്തും ഹി ആസ്ക്ഡ് മീ, ഹൗ, ഐ വരെയുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് എല്ലാ ഓപ്ഷനിലും ഹി ആസ്ക്ഡ് മീ, ഹൗ, ഐ പിന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ട് ഏത് സെൻറ്റൻസ് ആണോ അതിൻ്റെ നേരെ, സിമ്പിൾ പ്രസൻ്റ് ആണെങ്കിൽ നേരെ അതിൻ്റെ പാസ്റ്റ് ഫോമിൽ, സിമ്പിൾ പാസ്റ്റിലേക്ക്. അപ്പോൾ ഇതിന് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്, അപ്പോൾ ഇതിൻ്റെ പാസ്റ്റിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ ഫീൽ എന്നുള്ളത് എന്തായി മാറും? ഫെൽറ്റ്. അപ്പോൾ ഫെൽറ്റ് എന്ന് പറയുന്നത്, അപ്പോൾ ഹി ആസ്ക്ഡ് മീ ഹൗ ഐ ഫെൽറ്റ്. ദിസ് എന്നുള്ളത് എന്താവും? ദാറ്റ് ആയി മാറും. അപ്പോൾ ഹി ആസ്ക്ഡ് മീ ഹൗ ഐ ഫെൽറ്റ് ദാറ്റ് മോർണിംഗ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
Question number 41. Fill up the correct tense form of the verb given in bracket. ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്ന അതിൻ്റെ കറക്റ്റ് ടെൻസ് ഫോമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വെൻ ഹെർ മദർ അറൈവ്ഡ് ഇഷ ഡാഷ് ബ്രാക്കറ്റിൽ എന്താണ് ഫിനിഷ് ദ ലോണ്ട്രി. ഇപ്പോൾ ഈ സെൻറ്റൻസ് ഒന്ന് നോക്കുക. ഈ സെൻറ്റൻസ് രണ്ടും പാസ്റ്റിലാണ്. പാസ്റ്റിൽ നടന്ന രണ്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നടന്നത് ഏതിലായിരിക്കണം? ഹാഡ് പ്ലസ് V3 ആയിരിക്കണം. അതായത് പാസ്റ്റ് പെർഫെക്റ്റിലായിരിക്കണം. അപ്പോൾ ഇവിടെ എന്താണ്? വെൻ ഹെർ മദർ അറൈവ്ഡ്, അമ്മ എത്തുമ്പോഴേക്കും ഇഷ അവിടെ എന്ത് ചെയ്യുന്നു? ലോണ്ട്രി ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഒരു കാര്യം നടന്നത് എന്താണ്? ആ ലോണ്ട്രി ഫിനിഷ് ചെയ്യുന്ന കാര്യമാണ്. അത് ഫിനിഷ് ചെയ്യുമ്പോഴേക്കും വെൻ ഹെർ മദർ അറൈവ്ഡ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആൻസർ എന്താണ്? വെൻ ഹെർ മദർ അറൈവ്ഡ് ഇഷ ഹാഡ് ഫിനിഷ്ഡ് ദ ലോണ്ട്രി. ഹാഡ് ഫിനിഷ്ഡ്, അതാണ് ഹാഡ് പ്ലസ് V3 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 42. കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് സ്യൂട്ടബിളി. താഴത്തുകൊണ്ടിരിക്കുന്ന സെൻറ്റൻസ് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. അൺലെസ് യു സ്റ്റഡി വെൽ ഡാഷ്. അൺലെസ് യു സ്റ്റഡി വെൽ you will not pass. That is the correct answer. Unless you study well you will not pass. ഇത് if ക്ലോസിൻ്റെ ഒരു വകഭേദമാണ്. if ക്ലോസിൻ്റെ ഒരു വകഭേദമാണ്. അതിപ്പോൾ രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ടാണ്. അപ്പോൾ അൺലെസ് യു സ്റ്റഡി വെൽ എന്ന് അർത്ഥമാക്കുന്ന ഇഫ് യു ഡു നോട്ട് സ്റ്റഡി വെൽ എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതിൻ്റെ ആൻസർ അൺലെസ് യു സ്റ്റഡി വെൽ യു വിൽ നോട്ട് പാസ്. അതായത് ഈഫിൻ്റെ ഭാഗത്ത് സിമ്പിൾ പ്രസൻ്റ് ആണെങ്കിൽ അപ്പുറത്തെ ഭാഗത്ത് എന്തായിരിക്കണം? കോമയ്ക്ക് ശേഷം സബ്ജക്റ്റിന് ശേഷം ഫ്യൂച്ചർ ടെൻസ് ആയിരിക്കും. അതായത് വിൽ പ്ലസ് V1, അതായത് യു വിൽ നോട്ട് പാസ്. ഇത്രയാണ് ഇന്ന് നടന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഇംഗ്ലീഷിൻ്റെ ആൻസർക്ക്. വളരെ ഈസി ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി പരീക്ഷയ്ക്ക് വിജയാശംസകൾ. ഓക്കെ, താങ്ക് യു.